ഘനീഭവിച്ചിട്ടുള്ള ഒരു ഇരുള്, അങ്ങനെ ഒരുപാട് നാനാഭാഗങ്ങളിൽ നിന്നും ഇരുളുകൾ അവരെ വലയം ചെയ്തു. ആ ഇരുളുകൾക്കുള്ളിൽ നിന്ന് അവർ ഉറക്കെ വിളിച്ചു, ലാ ഇലാഹ ഇല്ലാ അന്ത. ആ ഒറ്റപ്പെട്ട് ഇനി രക്ഷപ്പെടുകയില്ല എന്ന് കഷ്ടപ്പെടുന്ന സമയത്തും മുഖമുദ്രയായി പറഞ്ഞത് തൗഹീദാണ്. പിന്നീട് അള്ളാഹുവിന്റെ ഭാഗം ക്ലിയറാക്കി, സുബ്ഹാനക്, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് യോജിപ്പില്ലാത്ത ഒന്നും വരികയില്ല, അവൻ എല്ലാ അർത്ഥത്തിലും പരിശുദ്ധനാണ്. കുഴപ്പം ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നാണ്. എല്ലാ അർത്ഥത്തിലും യോജിച്ച, മനസ്സറിഞ്ഞ, ആശയം യോജിച്ച, വിനയമുള്ള, ഉള്ളു തട്ടിയിട്ടുള്ള, കുടുങ്ങിയ സമയത്ത് എന്ന് മാത്രമല്ല, നേരത്തെ അവർ ദിക്റിന്റെ ആളായിരുന്നു. അങ്ങനെ അവരെ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഫസ്തജബ്ന, ഉടനെ നാം ഉത്തരം നൽകിയെന്നാണ്. അപ്പൊ ദുആക്ക് ഉടനെ ഉത്തരം നൽകലുണ്ട്, വെയിറ്റ് ചെയ്ത് കൊടുക്കലുണ്ട്, ആഖിറത്തിലേക്ക് നീട്ടിച്ച് കൊടുക്കലുണ്ട്. ഇതപ്പ തന്നെ കൊടുത്തു എന്നാണ്. ഫസ്തജബ്ന ല, നമ്മളോ യൂനുസിന് ഉടനെ ഉത്തരം നൽകി. എന്നിട്ട് എന്താ ചെയ്തത്? വനജ്ജൈനാഹു, യൂനുസിനെ നമ്മൾ രക്ഷപ്പെടുത്തി, മിനൽ ഗമ്മി, ഗമ്മിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നാണ്. ഗമ്മ് എന്ന് പറഞ്ഞാൽ ടെൻഷന്റെ പാരമ്യത്തിലെത്തിയാൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഗമ്മ്. ഹമ്മ്, ഗമ്മ്. ഗമ്മിന്റെ താഴെയാണ് ഹമ്മ്, ഹമ്മിന്റെയും താഴെയാണ് ഹുസ്ന്. ഹുസ്ന് എന്ന് പറഞ്ഞാൽ ടെൻഷൻ. അത് കനം കൂടിയാൽ ഹമ്മായി. നമ്മൾ ചോദിക്കണം, എന്താ എനിക്കൊരു ഹമ്മ് എന്ന്. ഈ ഹമ്മ് ഉണ്ടാകുമ്പോ ഉറക്കം തൂങ്ങും. അങ്ങനെയാണ് മനസ്സിനിങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാകുമ്പോൾ നല്ല ഉറക്കം തൂങ്ങും. അതിന്റെ മേലെയാണ് ഗമ്മ്. ഗമ്മൊക്കെ എത്തിയാൽ ഉറക്കം തീരെ ഉണ്ടാവൂല, തീരെ ഉറങ്ങൂല, പകലും ഉറങ്ങൂല. നമ്മളങ്ങനെ പറയാറ്, ചില ആളുകൾക്ക് പറയാം രാത്രി ഇല്ല പകലില്ല ഉറക്കം, അത് ഹമ്മായി മാറിയത്. ചില ആളുകൾ എപ്പോഴും ഉറങ്ങി തോന്നിട്ടെ എന്താ. അപ്പൊ താഴെ ആകുമ്പോ ഉറക്കം വരും, കൂടിയാൽ ഉറക്കം പോകും. ഇത് ഉറക്കം പോണ സൈസുള്ള ടെൻഷനാണ്. കാരണം ഇവിടെ ഉപയോഗിച്ചത് ഗമ്മ് എന്നാണ്. ഖുർആന്റെ ഓരോ വാക്കുകളും വളരെ ശ്രദ്ധേയമാണ്, പഠിക്കേണ്ടതാണ്. വനജ്ജൈന, നമ്മൾ രക്ഷപ്പെടുത്തി യൂനുസ് അലൈഹി ഇസ്ലാമിനെ മിനൽ ഗമ്മി, ടെൻഷന്റെ പാരമ്യത്തിൽ നിന്ന്, ഉറക്കം തന്നെ പോകുന്ന ടെൻഷൻ, വിഷാദം അവരെ പിടികൂടി. പക്ഷെ അതിലൊന്നും അവരെ പെടുത്തിയില്ല, നമ്മൾ അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി. എന്നിട്ട് ഖുർആൻ ലാസ്റ്റ് ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. കാരണം എന്താരോ, ഈ ആയത്ത് ഇപ്പൊ ഇങ്ങനെ ഓതി പോണ സമയത്ത് അതിന്റെ ചരിത്രം എന്തിച്ചാൽ നമുക്ക് തോന്നും അതൊക്കെ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച ഒരു കാര്യമാണ്. അതൊക്കെ യൂനുസ് നബിന്റെ അള്ളാന്റെ ഇടയിലുള്ള ബന്ധം കൊണ്ട് സംഭവിച്ചു പോയ അത്ഭുതമാണ്. കാരണം കടലിന്റെ ഇറ്റ്, രാത്രിന്റെ ഇറ്റ്, മത്സ്യത്തിന് വയറ്റിന്റെ ഉള്ളിൽ കയറിയ ഒരു അവസ്ഥ. എന്നിട്ടൊക്കെ അങ്ങനെ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞാൽ അത് യൂനുസും അലൈഹിസ്സലാം അള്ളയും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗമായിട്ട് സംഭവിച്ചു പോയതാന്ന് തോന്നൂലേ. അവിടെ അള്ളാഹു തആല ഈ ആയത്തിന്റെ അവസാനം ഇടപെടുകയാണ്. വകദാലിക നുജ്ജിൽ മുഅ്മിനീൻ, ഇപ്രകാരം നമ്മൾ എല്ലാ മുഅ്മിനീങ്ങളെയും രക്ഷപ്പെടുത്തുന്നു. യാ അല്ലാഹ്, മറ്റേതൊരു സംഭവമായിട്ട് ചുരുങ്ങൂലേ. ഈ സംഭവം അങ്ങോട്ട് പറഞ്ഞിട്ട് അള്ളാഹു തആല ആയത്ത് ഫുൾ സ്റ്റോപ്പ് ചെയ്തില്ല. പിന്നെ നമുക്കൊക്കെ ബാധാകാണ് ഒരു വാക്കും കൂടെ അവിടെ കയറി അള്ളാഹു തആല കൊടുത്തു, ഘടിപ്പിച്ചു. ഇങ്ങനെ എല്ലാരും നമ്മൾ രക്ഷപ്പെടുത്തുട്ടോ. അത് എന്റെ യൂനിസിന്റെ അടിയിലുള്ള ഒരു പ്രശ്നമില്ല. ഇന്നലയിൽ എന്നോട് ആര് ചോദിച്ചാലും മനസ്സറിഞ്ഞിട്ട്, മനസ്സിളകിയിട്ട് ചോദിച്ചാൽ ഏത് കുടുക്കിൽ നിന്നും നമ്മൾ ഓലൊക്കെ രക്ഷപ്പെടുത്തും. അല്ലാതെ എന്റെ യൂനിസിന്റെ അടിയിലുള്ള ഒരു പ്രശ്നം നിങ്ങൾ ആരും കരുതണ്ട എന്ന് വളരെ മനഃശാസ്ത്രപരമായിട്ട് ഇടപെട്ടിട്ടാണ് ഈ ആയത്ത് ഫുൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ഇങ്ങനെ എല്ലാ മുഅ്മിനീങ്ങളെയും നമ്മൾ രക്ഷപ്പെടുത്തും. പക്ഷെ എന്ത് ചെയ്താൽ മതി? ആ കുടുങ്ങിയ സമയത്ത് തപ്പി പറഞ്ഞിട്ട് ദിക്റെടുത്ത് ചെല്ലുക എന്നുള്ളതല്ല. യൂനുസ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞെന്താ അറിയോ? ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീന ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ എന്നാണ്. അത് വേറെ ആയത്ത് പറയാണ്. എന്നിട്ട് അള്ളാഹു പറയാ ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, യൂനുസ് എങ്ങാനും ദിക്ർ ചൊല്ലുന്ന, തസ്ബീഹ് ചൊല്ലുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെട്ടില്ലായിരുന്നെങ്കിൽ, അത് അവിടെ വെച്ചുകൊണ്ട് ദിക്റല്ലി എന്ന അർത്ഥത്തിൽ മാത്രല്ല, നേരത്തെ ദിക്റിന്റെ ആളാ, അവിടെ നിന്ന് കനം കൂടിയെന്ന് മാത്രം. അപ്പൊ യൂനുസ് ഇങ്ങനെ ഒരു ദിക്ർ ചൊല്ലുന്ന, തസ്ബീഹ് ചൊല്ലുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെട്ടില്ലായിരുന്നെങ്കിൽ അല്ലാഹു പറയാണ് ലബിസ, നിശ്ചയം യൂനുസ് താമസിക്കും ഫീ ബത്നിഹി, മത്സ്യത്തിന്റെ വയറ്റിൽ, ഇലാ യൗമി യുബ്അസൂൻ, പുനരുദ്ധാരണ നാള് വരെ. എന്താണ് പറയണത്? യൂനുസ് എങ്ങാനും ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നതിന്റെ ആളായിരുന്നില്ലെങ്കിൽ എന്താ ഉണ്ടാകുക? ഒന്നുകിൽ മത്സ്യം ചാവും, യൂനുസ് അലൈഹി സ്വലാം അതിൻ്റെ ഉള്ളിൽ മരിക്കാതെ നിൽക്കും. അല്ലെങ്കിൽ യൂനുസ് അലൈഹി സ്വലാം വഫാത്താവും,
മത്സ്യം ചാവാതെ കടലിൽ തുഴഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ യൂനുസ് അലൈഹി ഇസ്ലാമിന്റെ ഖബറ് മത്സ്യത്തിന്റെ വയറായിട്ട് മാറുമായിരുന്നു. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് രക്ഷപ്പെടുത്തിയത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദിക്റിന്റെ പവർ കൊണ്ടാണ് മത്സ്യത്തിന്റെ വയറ്, കടലിന്റെ ഉള്ള്, രാത്രിയുടെ ഇരുട്ട്, ഇതിന്നൊക്കെ നമ്മള് മൂപ്പരെ രക്ഷപ്പെടുത്തിയത് എന്നാണ് അള്ളാഹു പറയുന്നത്. ഈ ദിക്ർ അധികരിപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ജയിലിലൊക്കെ നിരപരാധികളായി കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ ആളുകൾക്കും രക്ഷപ്പെടാനുള്ള എ ക്ലാസ് ദിക്റാണ് ഈ ദിക്ർ. കാരണം മത്സ്യത്തിന്റെ വയറിന്റെ ഉള്ളിനേക്കാളും വലിയൊരു ജയിലൊന്നും ഇല്ലല്ലോ. മത്സ്യത്തിന്റെ വയറ്, കടലിന്റെ ഉള്ള്, രാത്രിയുടെ ഇരുട്ട്, ഈ 3 ഇരുട്ടുകളാകുന്ന ജയിലറക്കുള്ളിൽ നിന്നാണ് യൂനുസ് അലൈഹി സ്വലാമിനെ അത്ഭുതകരമായിട്ട് അള്ളാഹു രക്ഷപ്പെടുത്തിയത്. എന്തിന്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദിക്ർ ചൊല്ലിയ കാരണത്താൽ പ്രത്യേകിച്ച് ഈ മാസം എല്ലാ ദിവസവും ഇത് അധികരിപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എത്ര ദിവസമാണ് വയറ്റിൻ്റെ ഉള്ളിൽ കിടന്നതെന്ന് മാത്രമാണ് ഞാൻ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പ്രധാനപ്പെട്ട 3 അഭിപ്രായങ്ങളാണ്. 1 ദിവസം എന്ന് അഭിപ്രായപ്പെട്ട ആളുകളുണ്ട്, 3 ദിവസം എന്ന് അഭിപ്രായപ്പെട്ട ആളുകളുണ്ട്, 40 ദിവസം എന്ന് അഭിപ്രായപ്പെട്ട ആളുകളുണ്ട്. ഒരു 3 ദിവസമാണെന്ന് കൂട്ടുക. 3 ദിവസം ഈ കടലിന്റെ ഉള്ളിലും മത്സ്യത്തിന്റെ വയറ്റിലായിട്ട് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കൂല ഒരിക്കലും. വയറ്റിന്റെ ഉള്ളിലേക്ക് എത്തിയാൽ തന്നെ മരിക്കും. പിന്നെ 1 ദിവസമാണെങ്കിലും ഓക്സിജൻ കിട്ടൂല, ഒന്നും ചെയ്യാൻ പറ്റൂല. മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ മനുഷ്യൻ അങ്ങോട്ട് എത്തിയാൽ തന്നെ ഒരു ചെറിയ സമ്മർദ്ദം ഉണ്ടെങ്കിൽ എല്ല് പിളിയാവും. ആ നിലയിലാണ് മത്സ്യങ്ങളുടെയും പാമ്പുകളുടെയും ഒക്കെ വയറിന്റെ ഉള്ളിലുള്ളത്. ഇതല്ല, വളരെ സുരക്ഷിത താവളമായി 3 ദിവസം സുഖത്തോടെ ദിക്റും ചൊല്ലിയിരിക്കുകയാണ്, പള്ളിയിലിരിക്കണ പോലെ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അതിനുശേഷം മത്സ്യത്തിന് അള്ളാഹു തആല മെസ്സേജ് കൊടുത്ത അള്ളാഹ്ക്ക് അതിന് കഴിയില്ലോ, തട്ടിക്കളയെന്ന് പറഞ്ഞു. മത്സ്യം കരക്കൊന്നിട്ട് യൂനുസ് അലൈഹി ഇസ്ലാമിനെ ഛർദിച്ചു. യൂനുസ് അലൈഹി ഇസ്ലാം അവിടെ തന്നെ അള്ളാഹു തആല ഒരു വൃക്ഷം ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇലകൾ എടുത്തിട്ട് ശരീരത്തിലൊന്ന് ഉരച്ചപ്പോ സ്വാഭാവികമായി തൊലിക്കുണ്ടാകുന്ന പ്രശ്നം ഉണ്ടാവും, ചൊറിച്ചിലും ഒക്കെ. മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ, കടലിന്റെ ഉള്ളിലൊക്കെ കൂടി ഇങ്ങനെ കിടന്നതല്ലേ. അപ്പൊ അതിൻ്റെതായ സ്വാഭാവിക ഒരു പ്രയാസം ചർമ്മത്തിന് വന്നിരുന്നു. അത് ഈ പച്ചിലകൾ പറിച്ച് തേച്ചപ്പോ അതും പോയി. പിന്നെ നേരെ ആളുകളിടയ്ക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടോ. അതിന്റെ അപ്പുറത്തൊരു മല ഉണ്ട്, അതിന് മേലെ പോയിരുന്നു. എന്നിട്ടും പണി എന്താ അറിയോ? നീ ഏതായാലും നമ്മളെ പരിപാടി ഇല്ല, നമ്മൾ വിസ കിട്ടിയാൽ പിന്നെ സ്വലാത്തും ദിക്റൊക്കെ നിർത്തും. നമ്മളെ പരിപാടി വിസക്ക് വേണ്ടിയിട്ട് ദിക്റല്ല, കച്ചവടം ഉഷാറാകാൻ വേണ്ടിയിട്ട് ദിക്റല്ല. ഉഷാറായി കഴിഞ്ഞാൽ പിന്നെ ദിക്റും ഇല്ല, ഫിക്റും ഇല്ല, പള്ളിയില്ല. അല്ല, ഇത് കഴിഞ്ഞിട്ട് നേരെ മലന്റെ മുകളിൽ പോയിരുന്നു. എന്നിട്ടും പണി ഈ ദിക്റാണ്. മലന്റെ മുകളിൽ ഒറ്റക്ക് ഏകാന്ത നിബന്ധനായി ചൊല്ലി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഏകാന്തനായി ഏകദേശം 1 കൊല്ലത്തോളം മലന്റെ മുകളിൽ ദിക്റും ചൊല്ലി ശുക്രായിട്ട് അള്ളാഹുമായിട്ടുള്ള രഹസ്യ സംഭാഷണത്തിലും ഫിക്റിലുമായി കഴിഞ്ഞു സയ്യിദുനാ യൂനുസ് അലൈഹി സ്വലാം. അപ്പോഴേക്ക് നീനവ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും മുസ്ലിമീങ്ങളായി. ആ വലിയ അത്ഭുതം. യൂനുസ് അലൈഹി സ്വലാം ഉള്ളപ്പോ 2 ആള്, പോയപ്പോ 1,00,000 ആൾക്കാർ മുസ്ലിമീങ്ങളായി. കാരണം ഓല മനസ്സിലൊക്കെ പരിവർത്തനം വന്നു. അപ്പൊ ആളുകളെ ഹിദായത്തിലേക്ക് കൊണ്ടുവരുന്ന നമ്മുടെ സാന്നിധ്യമൊന്നുമല്ല, അള്ളാഹു തആലയാണ്. അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു മാത്രം. ഇനി ഒരാൾ കൂടെ ഉണ്ടായിട്ടും കാര്യമില്ല, ചിലപ്പോൾ അയാൾ പോലായിരിക്കും ശരിയാവുക. അങ്ങനെ ഉണ്ടല്ലോ. യൂനുസ് ഇസ്ലാം പോയപ്പോ എല്ലാവരും മുസ്ലിമീങ്ങൾ, എല്ലാവരോടും ചോദിക്കാൻ തുടങ്ങി ഹൽ റഅയ്ത യൂനുസൻ, ഹൽ റഅയ്ത യൂനുസൻ, യൂനുസിനെ കണ്ടോ, ഈ കണ്ടോ? ഞാൻ കണ്ടില്ല. എല്ലാവർക്കും കാണണം എന്നുള്ളത് തിടുക്കായി. ഉള്ളപ്പോ ആരും അതിന്റെ ഇതില്ല, പോയപ്പോ എല്ലാവർക്കും കാണണം എന്നുള്ളത് തിടുക്കായി. അങ്ങനെ പരസ്പരം പറയാൻ തുടങ്ങി, ഒന്നും കണ്ട് കണ്ടു കിട്ടിയിരുന്നെങ്കിൽ ആ കൈ ഓടിച്ചിട്ടൊന്ന് മുസ്ലിം ആവായിരുന്നു. അങ്ങനെ ചില വലിയ മലയാളിമാര് പറഞ്ഞു, യൂനുസിനെ എങ്ങനെ ആരെങ്കിലും കാണിച്ചെന്നാൽ കൈ നിറയെ സ്വർണം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും പിന്നെ യൂനുസിനെ തരാൻ തുടങ്ങി. കാരണം എന്താ, കൈ നിറയെ സ്വർണം കിട്ടും. അങ്ങനെ കുറെ മലയാളിമാർ പറഞ്ഞു, കാണിച്ചെന്നവർക്ക് എന്റെ വക കുറെ പൈസ ഉണ്ട് എന്ന് പറഞ്ഞു. ആൾക്കാരെ തരാൻ തുടങ്ങി, കണ്ടില്ല. അവസാനം കണ്ടുപിടിച്ചത് ഒരു ആട്ടിടയനാണ്. ആടുകളുമായി പോകുന്ന സമയത്ത് യൂനുസ് അലൈഹി ഇസ്ലാം മല ഇറങ്ങി ഇങ്ങനെ അങ്ങോട്ട് വരുന്നുണ്ട്. കെട്ടിപ്പിടിച്ചു, പിന്നെ നിങ്ങൾ ഇറങ്ങിക്കോളി പ്ലീസ്, ഞാൻ ഈ ആടുകളെ നോക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി, എനിക്ക് ഒരു രക്ഷയില്ല, ദാരിദ്ര്യത്തിൽ എപ്പോഴും ഉള്ളത്. കുറച്ച് സമയങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിട്ടും ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഒളിച്ചിരിക്കണം, കാരണം നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു കൊടുത്താൽ എനിക്ക് ഇന്ന് മുതൽ മുതലാളിയാവാൻ പറഞ്ഞു.
നിങ്ങളെ ജനങ്ങൾക്ക് കിട്ടുകയും ചെയ്ത് എൻ്റെ ദാരിദ്ര്യം നീങ്ങുകയും ചെയ്ത് 2 നിയമത്തൊപ്പം കിട്ടല്ലേ, പ്ലീസ് ഒന്ന് സഹകരിക്കുമെന്ന് ചോദിച്ചു. ആയിക്കോട്ടെ, ഞാൻ ഈ പൊന്തക്കാട്ടിൽ ഒളിച്ചിരുന്നോളെന്ന് പറഞ്ഞു. ഇയാൾക്ക് വേണ്ടിയിട്ട് യൂനിസ് അലൈഹി സ്വലാം ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒളിച്ചിരുന്നു. അയാൾ നേരെ പോയിട്ട് കൊട്ടിപ്പാടി, ഞാൻ കാണിച്ചു തരാം, എൻ്റെ അടുത്തുണ്ട്, ഞാൻ കാണിച്ചു തരാം. എവിടെ? അങ്ങോട്ട് പറ്റേ, വരാനുള്ള അങ്ങോട്ട് പറ്റേ കാണിച്ചു തന്നിട്ട് തന്നില്ലെങ്കിലോ? എല്ലാവരുടെ അടുത്തും കൂടി പൈസ മൂപ്പര് കൈ നിറയെ സ്വർണം വാങ്ങി പരി കൊണ്ടുവച്ചിട്ടല്ല, ഒരു 10,000 ആളുകളായിട്ട് പോയി കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് രണ്ടാമത് ഈ നിയമയിൽ വന്നുകൊണ്ട് അവർ പ്രബോധനം തുടങ്ങിയത്. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പാഠം, ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ ഇസ്മായിൽ ലക്കി റഹ്മഹുല്ല രേഖപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. എന്താ അറിയോ? യൂനുസ് അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്റുകൊണ്ട് പ്രധാനമായും 3 ഇരുട്ടിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. 3 ഇരുട്ട് അല്ലേ? ഒന്ന് നിങ്ങൾ മറന്നോ? കാർമേഘം. ഞാൻ നിങ്ങളൊന്ന് പരിശോധിച്ചാണ്. അപ്പോ 4 ഇരുട്ടിൽ നിന്ന്, ഒന്ന് കാർമേഘത്തിന്റെ ഇരുട്ട്, കടലിന്റെ ഇരുട്ട്, മത്സ്യത്തിന്റെ ഇരുട്ട്, രാത്രിയുടെ ഇരുട്ട്. അപ്പൊ ഈ 3-4 ഇരുട്ടിൽ നിന്നാണ് യൂനുസ് അലൈഹി സ്വലാം ഈ ദിക്റ് കൊണ്ട് രക്ഷപ്പെട്ടതെങ്കിൽ നമുക്കും 4 ഇരുട്ടുണ്ട് എന്നാണ്. ഒന്നെന്താ? ഹവയുടെ ഇരുട്ട്, ഇച്ഛയുടെ ഇരുട്ട്. 2 അൽ ഖുവത്തുൽ ബഹീമിയ, മനുഷ്യനിലൊരു മൃഗീയ സ്വഭാവമുണ്ട്, അതിന്റെ ഇരുട്ട്. 3 അൽ ഖുവത്തു സബഇയ, മൃഗത്തിൽ കാട്ടുമൃഗത്തിന്റെ സ്വഭാവം, നാട്ടിലെ മൃഗത്തിന്റെ സ്വഭാവം, കാട്ടിലെ മൃഗത്തിന്റെ സ്വഭാവം മനുഷ്യനിലുണ്ട് എന്നാണ്. 2 പേപ്പറിൽ നിങ്ങൾ വായിക്കണില്ലേ? നാട്ടിലെ മൃഗത്തിന്റെ സ്വഭാവം എന്താണ്? വികാരം വന്നാൽ മുമ്പിൽ ആരാ നോക്കൂല, നടപ്പിലാക്കുക ഇല്ലേ? ഇപ്പൊ പേപ്പറിലൊക്കെ അതന്നെയല്ലേ. കാട്ടിലെ മൃഗത്തിന്റെ സ്വഭാവം എന്താണ്? അടിച്ച് നിരപ്പാക്കുക. അതുമില്ല, എന്നും ഗുണ്ടകളല്ലേ, ഗുണ്ടായിസല്ലേ? നമ്മളിലും ഗുണ്ടായിസുണ്ട് ഇല്ലേ? നമ്മള് പലപ്പോഴും പെണ്ണുങ്ങളെ മുമ്പിൽ നടപ്പിലാക്കാന്ന് മാത്രം. അടുക്കളയിൽ പോയിട്ട് ഗ്ലാസ് എടുത്ത് എറിയലും മാക്സ് എടുത്ത് കയറലും ഇതന്നെ ഗുണ്ടായിസം. അതൊന്നാണ് വലുതായ അങ്ങാടിയൊക്കെ ഇറങ്ങുമ്പോൾ ചെയ്താ ഇപ്പൊ നടക്കണമൊക്കെ നമ്മളെടുത്തുണ്ട് എന്ന് മാത്രം. ഗുണ്ടായിസം നമ്മളെടുത്തുണ്ട്, പക്ഷെ നമ്മൾ പിടിച്ചിരിക്കുകയാണെന്ന് മാത്രം. അപ്പൊ ഗുണ്ടായിസം ഉണ്ട് നമ്മളെടുത്ത് അല്ലാണ്ട്. ഈ 3-4 ഇരുട്ടിലാണ് നമ്മളുള്ളത്. ഇതിൽ നിന്ന് പൂർണ്ണമായും പരിക്കില്ലാതെ, വ്യക്തിത്വത്തിന് പരിക്കില്ലാതെ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഈ ദിക്ർ അധികരിപ്പിച്ചാൽ മതി. കാരണം യൂനുസ് അലൈഹിസ്സലാം 3-4 ഇരുളുകളിൽ നിന്ന് രക്ഷപ്പെട്ടത് ഈ ദിക്ർ കൊണ്ടാണെങ്കിൽ, നമ്മളെ വലയം ചെയ്തിട്ടുള്ള ഈ തരം ഇരുളുകളിൽ നിന്ന് ഈ ദിക്ർ അധികരിപ്പിച്ചാൽ നമുക്ക് രക്ഷപ്പെടാം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد. تجاوز عن أمة سيدنا محمد. اجعلنا من خيار أمته ومن محبيه يا رب العالمين. وسلمنا من جميع البلاء والمخوفات والآفات فجيرة الموت وسوء الخاتمة سائر ما نخاف علينا. اللهم اهدنا، اللهم ثبتنا على ذلك وأمتنا على الهداية يا رب العالمين. اللهم بارك لنا في البر والبحر. اللهم انصرنا يا خير الناصرين، وافتح لنا يا خير الفاتحين، واغفر لنا يا خير الغافرين، وارحمنا يا خير الراحمين. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. واغفر لنا لمن دفنوا حوالينا ولوالدينا ولآبائنا ولأمهاتنا ولمن تعلق بنا ولجميع المؤمنين والمؤمنات برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم.